മെൽബൺ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത് ഏർലി 2011 ആ സമയത്താണ്. അമ്മ ഇവിടെ തപസ്സിന് വരുന്ന സമയം തൊട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളതാണ്. 2020 ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ചെയ്തു. അതുവഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ ഗൂഗിൾ മീറ്റ് വഴി അന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. 2022 മാർച്ചിൽ ഞാൻ ഓൺലൈൻ കവനൻ്റ് എടുത്തു. അത് കഴിഞ്ഞ ഉടനെ 2022 ഏപ്രിലിൽ ഞാൻ എൻ്റെ കല്യാണത്തിനായി നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ ഒരു 3 ദിവസം മുമ്പ് കൈ കഴുകുന്നതിൻ്റെ ഇടയിൽ എൻ്റെ എൻഗേജ്മെൻറ്റ് റിങ് വാഷ് ബേസിനിൽ കൂടെ ഒഴുകിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഐ സ്ക്രീംഡ് ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ്. അപ്പോൾ ഓടി വന്നു. വീടായതുകൊണ്ട് പുറത്തെ പൈപ്പിൻ്റെ പുറത്തോട്ടിറങ്ങി അത് ഒഴുകുന്ന ആ പൈപ്പിൻ്റെ കണക്ഷൻ, അത് പൈപ്പ് മുറിച്ചു, എന്നിട്ട് കണക്ഷൻ ബ്ലോക്ക് ചെയ്തു. എന്നിട്ടും നമുക്കറിയത്തില്ല അത് ഓൾറെഡി ഒഴുകി അണ്ടർഗ്രൗണ്ട് ടാങ്കിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടില്ല. അമ്മ തന്നൊരു കുഞ്ഞ് കാശ് രൂപ എന്നും എൻ്റെ മാലയിൽ കോർത്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ. അതിൽ പിടിച്ച് പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു, കരച്ചിലായി. ഒരു കല്യാണ വീട് വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് തന്നെ പോയി. അത് കഴിഞ്ഞിട്ട് അന്ന് ഇതൊരു 4 മണി സമയത്താണ് നടക്കുന്നത്. അതായത് പെസഹയുടെ അന്നാണത് നടക്കുന്നത്. അപ്പോൾ പെസഹ ഇത് കഴിഞ്ഞു. ദുഃഖവെള്ളി രാവിലെ ഞാൻ 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അന്ന് രാത്രി ഒന്നും ഉറങ്ങാനൊന്നും പറ്റിയൊന്നുമില്ല. 6 മണിയൊക്കെ അപ്പോൾ പതുക്കെ നേരം വെളുത്തപ്പോഴത്തേക്കും എൻ്റെ ഇങ്ങനെ മാതാവ് പറയുന്ന പോലെ എനിക്ക് തോന്നി ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി നോക്കാൻ. അപ്പം എൻ്റെ അപ്പയുടെ ചേട്ടൻ്റെ ഒരു ലോങ് വിഷൻ ടോർച്ച് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അത് എടുത്തുകൊണ്ട് പോയി. അവിടെ മൊത്തം വെള്ളമാണ്. കാരണം നമ്മളിങ്ങനെ വെള്ളം ഒഴുക്കി കളയെ കാണാം. അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ വന്നോട്ടെ എന്ന് വിചാരിച്ചു. ആ വെള്ളത്തിൽ കിടന്ന് ഞാൻ ആ ടോർച്ചിട്ട് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ മോതിരത്തിൻ്റെ കല്ല് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഷൈൻ ചെയ്യുന്നു. അതൊരു മഹാ അത്ഭുതമാണ്. കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതൊരു സിറ്റുവേഷൻ. അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നത്. കാരണം ആ ഒരു പെസഹയുടെ അന്ന് 4 മണി തൊട്ട് രാത്രി മൊത്തം നമ്മൾ നോക്കുകയാണ്. നമുക്ക് അറിയത്തില്ല ഒഴുകിപ്പോയോ ഒന്നും അറിയത്തില്ല. പിറ്റേ ദിവസം രാവിലെ 6 മണിയായപ്പോൾ അതിങ്ങനെ ഷൈൻ ചെയ്തു. ഒരു വലിയ പ്രതീക്ഷയാണ് എൻ്റെ മുൻപിൽ വന്നത്. അങ്ങനെ പിന്നെ പ്രാർത്ഥിച്ച് കുറേ എഫേർട്ട് എടുത്തു. അങ്ങനെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കാണാൻ ആ റിങ് പുറത്തോട്ട് എടുക്കാൻ സാധിച്ചു. എനിക്ക് കല്യാണത്തിന് എൻ്റെ എൻഗേജ്മെൻറ്റ് റിങ് ഇട്ടുകൊണ്ട് പോകാൻ ഉള്ള അനുഗ്രഹം എനിക്ക് കിട്ടി. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞ് ആ ഒരു 2 ആഴ്ചത്തെ ഗ്യാപ്പ് ഒരു ഇതിലാണ് ഞങ്ങൾ വന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി വന്നത്. അത് ഞാൻ തിരിച്ചു പോകേണ്ടി വന്നു. 6 മന്ത്സ് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. ജനുവരി 9, 2023. കുറേ കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഇൻറ്റൻഷൻസൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഇൻറ്റൻഷൻ അവിടെ ഓസ്ട്രേലിയയിൽ PR കിട്ടിയായിരുന്നു. എല്ലാവരെയും പോലെയും അറിയാം, PR ഒരു ഭയങ്കര ടീഡിയസ് പ്രോസസ്സാണ്. കുറേ പ്രോസസ്സുകളുണ്ട്, കുറേ മണി ഇൻവോൾവ് ആണ്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡായിരുന്നു എൻ്റെ പ്രൈമറി ആപ്ലിക്കൻ്റ്. അപ്പോൾ ഹസ്ബൻഡായിരുന്നു PT എഴുതണം, അങ്ങനെ കുറേ ടെസ്റ്റുകളുണ്ട്. നാറ്റ് എഴുതണം. നമ്മളൊരു രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പം ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മുടെ സ്വന്തം ഭാഷയും നന്നായിട്ട് അറിയണം എന്നുള്ള ടെസ്റ്റ് വരെ നമ്മളവിടെ ചെയ്യണം. ഹസ്ബൻഡ് പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടൊക്കെ മലയാളം കുറച്ച് എഴുതാനൊക്കെ വായിക്കാനൊക്കെ കുറച്ച് പുറകോട്ടായിരുന്നു. അപ്പോൾ ഈ എക്സാമിൻ്റെയൊക്കെ സമയത്ത് വളരെ പേടിച്ച് കാരണം അത് പഠിപ്പിച്ചിരുന്ന ട്യൂട്ടർ വരെ പറഞ്ഞു എക്സാം വേണ്ടി നീക്കി വെക്കാം, ഹസ്ബൻഡ് പ്രിപ്പയർഡ് അല്ല, മിക്കവാറും അത് ഫെയിലാവുന്ന വരെ പറഞ്ഞു. എന്നിട്ടും വി വെൻറ്റ് ഹെഡ്. ഞാൻ ആ എനിക്ക് കിട്ടിയ കാശ് രൂപ ഞാൻ ടെസ്റ്റിൻ്റെ ടേബിളിൽ ഞാൻ വെക്കാൻ പറഞ്ഞു ഹസ്ബൻഡിൻ്റെ അടുത്ത്. ആൻഡ് എവറി ഹാഫ് ആൻ അവർ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. 7 വിശ്വാസ പ്രമാണമാണ് ഞാൻ എവറി ഹാഫ് ആൻ അവർ ഞാൻ ചൊല്ലിയത്. PT-ക്ക് 90 out of 90 സ്കോറും നാറ്റി ഗുഡ് സ്കോറോടെ പാസ്സാവുകയും ചെയ്തു. അങ്ങനെ ഒരു വലിയ കടമ്പ ഞങ്ങളുടെ കഴിഞ്ഞ് ഞങ്ങളുടെ ഇൻവിറ്റേഷൻ വിത്തിൻ ഫ്യൂ വീക്സ് ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടി. ആൻഡ് 12 months ടൈമിൽ ഞങ്ങളുടെ PR ഗ്രാൻറ്റായി. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. PR ഗ്രാൻറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾ കൂടുകയാണ്. ഒരു വീട് അവിടെ അതൊരു വലിയൊരു സ്വപ്നമായിരുന്നു. ഞാനവിടെ സ്റ്റുഡൻ്റായിട്ടാണ് പോയത്. സ്റ്റുഡൻ്റായിട്ട് പോകുമ്പോഴത്തേക്കും സ്റ്റുഡൻറ്റ് ലോണൊക്കെ ഉണ്ട്. അപ്പം ഉള്ള ഏർണിങ്സ് എല്ലാം സ്റ്റുഡൻറ്റ് ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ കയ്യിൽ സേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവിടെ ഒരു വീട് അണ്ടർ കൺസ്ട്രക്ഷനാണ്. ആ വീടൊന്ന് പോയി കാണാൻ വേണ്ടി പോയപ്പം ഉപ്പും കൊണ്ടാണ് ഞാൻ പോയത്. ഉപ്പ് പോയി കൺസ്ട്രക്ഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ അവിടെ പ്ലാസ്റ്റർ ബോർഡ് വെച്ചാണ് അവർ വീടുണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിലോട്ടൊക്കെ ഞാൻ വിതറിയിട്ടിട്ട് ഞാനിങ്ങ് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചു ആ വീട് തന്നെ കിട്ടാൻ വേണ്ടി.
അങ്ങനെ മാതാവിൻ്റെ മധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ആ വീട് ലഭിച്ചു. കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് കൊടുക്കാനുള്ള തുക ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടുകാരിൽ നിന്നും പല രീതിയിലും ഞങ്ങൾക്ക് സഹായം കിട്ടി. ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് കൊടുത്തു. ഞങ്ങൾ കഴിഞ്ഞ ജൂലൈയിൽ വീട്ടിലേക്ക് മാറി. ഇത് കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് മാറി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ജോലി പോയി. ഓസ്ട്രേലിയയുടെ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പല MNCs അവിടുന്ന് ലേ ഓഫ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരെ. അപ്പം നമ്മൾ ഒരു വലിയൊരു ഭാരം കേട്ട് വെച്ച് കഴിഞ്ഞ ഉടനെ ജോലി പോകുമ്പോഴത്തേക്കുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ അതും ഭയങ്കര ഷോക്കായിരുന്നു. അത് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരിത്. അങ്ങനെ അതിന് ഭയങ്കരമായിട്ട് വിഷമിച്ചു, പ്രാർത്ഥിച്ചു, പ്രാർത്ഥന വിട്ടില്ല. അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. അമ്മ ഇവിടെ വന്നു, അമ്മ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. എല്ലാവരും ഇതിനു വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ മുറുകെ പിടിച്ചു. എനിക്കിവിടെ നിന്ന് കിട്ടിയ രൂപ ഞാൻ എൻ്റെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ മാലയിൽ ഞാൻ എപ്പോഴും കോർത്തിടുമായിരുന്നു. ഞാൻ ഒരിക്കലും അത് മാറ്റാറില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് അവരൊരു കൺക്ലൂഷന് വന്നു. എൻ്റെ പൊസിഷനാണ് ഇമ്പാക്റ്റ് ആയത്. അതായത് ഞങ്ങൾ 4 പേര് ഒരേ വർക്ക് ചെയ്യുന്ന 4 പേരുടെ നമ്പർ കട്ട് ഡൗൺ ചെയ്ത് അവർ 2 പേരാക്കി. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പിന്നെ ഉള്ളത് നോക്കുന്നത് അവർ നമ്മുടെ പെർഫോമൻസ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് എനിക്കൊരു പ്രോജക്റ്റ് കിട്ടി. അത് എനിക്കല്ല, വേറൊരാൾക്ക് പോയിട്ട് പുള്ളി വേണ്ടാന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ് എനിക്ക് വന്നത്. ആ പ്രോജക്റ്റ് അത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അത് അമ്മ മാതാവ് എനിക്ക് കൊണ്ട് തന്നതാണ്. കാരണം ആ പ്രോജക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ട് പോകുമായിരുന്നു. പിന്നെ ഞാൻ വേറെ ജോലിക്ക് വേണ്ടി നോക്കേണ്ടി വന്നേ. അത് കാരണം എനിക്ക് 1 മാസത്തെ റിവ്യൂ, 1 മാസം നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, നമുക്ക് ജോലി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ. നമുക്ക് വേറെ എവിടെ അപ്ലൈ ചെയ്താലും ഒരു പോസിറ്റീവ് റെസ്പോൺസും ഇല്ല. എനിക്ക് 3 വർഷത്തെ ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസും ഇവിടുത്തെ 4 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിട്ടും ഒരു പോസിറ്റീവ് റെസ്പോൺസ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട്. അപ്പം നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആ 1 മാസം റിവ്യൂ വന്നു. എനിക്ക് ആ ജോലി തന്നെ എനിക്ക് അവരെന്നെ റീറ്റെയിൻ ചെയ്തു. അതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം. വേറൊന്നും ഞാൻ ഇൻറ്റൻഷനിൽ വെച്ചത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇൻറ്റേർണലി ഞങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി. ഞാനും എൻ്റെ സിസ്റ്ററും തമ്മിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ വന്നു. നമ്മൾ പ്രായം കുറഞ്ഞ് നമ്മൾ കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമല്ല, വലുതാകുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ വരുന്നത്. അത് കൂടുതൽ ഭയങ്കര ഇൻറ്റൻസ് പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി. അങ്ങനെ ഞാനത് ഇൻറ്റൻഷനായിട്ട് തന്നെ വെച്ചു. വീട്ടിലേക്ക് സമാധാനവും സന്തോഷവും സ്നേഹവും എല്ലാം തിരിച്ചു വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുവേണ്ടി ഞാൻ ഒരു പ്രേ റോസറി, അതിന് ഒരു രഹസ്യം ഞാൻ അതിനുവേണ്ടി മാത്രം വെച്ചു, ജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടി. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് പ്രശ്നങ്ങളെല്ലാം സോൾവായി. ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ 3 പേരാണ് ഉടമ്പടിയിലുള്ളത്. ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും ഉടമ്പടി വന്നു. അങ്ങനെ ഇപ്പം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഞങ്ങൾ സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അതാണ് എൻ്റെ അടുത്തത്. പിന്നെയുള്ള ഒരെണ്ണം, എൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ പേഴ്സ് ലൂസ് ചെയ്തതാണ്. അവിടെ നമ്മൾ ക്യാഷൊന്നും അവിടെ ക്യാരി ചെയ്തില്ലെങ്കിലും നമ്മുടെ നാഷണൽ IDs പിന്നെ അതുമാത്രമല്ല നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സ് എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര നമ്മളത് കാണാതെ പോകുമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ തപ്പാൻ പറ്റുന്നിടത്തൊക്കെ ഞങ്ങൾ തപ്പി, പോയ സ്ഥലത്തോട്ടൊക്കെ പോയി നോക്കി, ഒന്നിടത്തും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് അന്ന് ഞായറാഴ്ച രാവിലെ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും കുർബാന അറ്റൻഡ് ചെയ്യാൻ പോവാണ്, ഞാൻ കുർബാനയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് കുർബാനയ്ക്ക് വിട്ടു ആൾ. ഞാൻ കുർബാന നടക്കുന്നതിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക, എനിക്ക് ഇവിടെ ഒന്നും കിട്ടുന്നില്ല. ഞാൻ അവിടെ നോക്കി ഇവിടെ നോക്കി, വണ്ടിയുടെ ബാക്കിലത്തെ സ്റ്റെപ്പിന് വരെ പൊക്കി നോക്കി, അവിടെ ഒന്നും നമ്മൾ പോകത്തോലില്ല. അവിടെ വരെ നോക്കി, പേഴ്സ് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു കുർബാന തീരട്ടെ, കുർബാന തീരുമ്പോഴത്തേക്കും ദൈവമാതാവ് എല്ലാം ശരിയാക്കി തരും എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ പുറത്തെ ആളെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നോട് പറഞ്ഞ് കിട്ടിയില്ല, ഞാൻ എല്ലാം എൻ്റെ കാർഡ്സ് എല്ലാം ക്യാൻസൽ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 1 സെക്കൻഡും കൂടെ ഒന്നും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിൽ തോന്നുന്നു സീറ്റിൻ്റെ ഇടയിൽ നോക്കാം. നമ്മൾ സീറ്റിൻ്റെ ഇടയിലോട്ട് നോക്കി, അതായത് നമ്മളെ ഹാൻഡ് റെസ്റ്റും സീറ്റും തമ്മിലൊരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. നോക്കിയപ്പം ഒരു വലിയ പേഴ്സാണ്, അത് ആക്ച്വലി കട്ടിയുള്ള പേഴ്സാണ്, കാരണം കാർഡ്സൊക്കെ ഇരിക്കുന്നുണ്ട്. അത് അതിൻ്റെയൊക്കെ സ്ലിപ്പായി പോയി കിടക്കുക. എന്നോട് പറഞ്ഞു ഞാൻ ഇവിടെ എല്ലാം നോക്കിയത്, എൻ്റെ കണ്ണിൽ പെട്ട പോലും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് പ്രാർത്ഥിച്ചതാണ്, ഞാൻ പറഞ്ഞതല്ലേ കുർബാന തീരട്ടെ, കുർബാന തീരി കഴിയുമ്പോഴത്തേക്കും മാതാവ് എല്ലാം ശരിയാക്കി തരും. അങ്ങനെ അതും എല്ലാം ശരിയായി. ഞാനിപ്പം വെക്കേഷന് വേണ്ടി വന്നതാണ്, ക്രിസ്മസും ന്യൂ ഇയറും വീട്ടുകാരെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്ന് വിത്തിൻ 2 days ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ചെയ്തു. ആത്മീയമായ കുറേ അധികം വളർച്ച ഉണ്ടായി. ഞാൻ ബൈബിൾ വായിക്കാൻ കുറച്ചും കൂടെ ഭയങ്കര ഉത്സാഹം ഉണ്ടായി. അതുമാത്രമല്ല സാറ്റർഡേയ്സ് ആൻഡ് സൺഡേയ്സ് ഞാൻ മാസ് അവിടെ മിസ് ചെയ്യാറില്ല. ഞാൻ അവിടുത്തെ പള്ളിയിൽ പോയി തന്നെ മാസ് അറ്റൻഡ് ചെയ്യും.
വീക്ക് ഡേയ്സ് ജോബിൻ്റെ ഇത് കാരണം യൂഷ്വലി എനിക്ക് പറ്റത്തില്ല. ബട്ട് പറ്റുന്നിടത്ത് കുഴപ്പമെല്ലാം ഞാൻ ഓൺലൈനാണ് അറ്റൻഡ് ചെയ്യുന്നത്. കുമ്പസാരിക്കും, റെഗുലർ കൺഫെഷൻസ് തുടങ്ങി. ഏറ്റവും മാക്സിമം 1 month, അതിനപ്പുറം പോകാറില്ല. മാക്സിമം ഐ ട്രൈ ടു ഡു ഇറ്റ് എവറി 2 weeks. അങ്ങനെ ആത്മീയമായിട്ട് വളർച്ചു വന്നു. പിന്നെ അത് മാത്രമല്ല, ദേഷ്യം, എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അതൊക്കെ കുറേയൊക്കെ കുറഞ്ഞു. അങ്ങനെ ദേഷ്യം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരെ പോയി ബൈബിൾ വായിക്കും. അപ്പോഴത്തേക്കും കുറച്ചങ്ങ് അടങ്ങും, ഭയങ്കരമായിട്ട് അടങ്ങും ബൈബിൾ വായിച്ച് കഴിഞ്ഞാൽ ദേഷ്യമൊക്കെ. അങ്ങനെ അതിലോട്ടൊക്കെ വന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്, അവിടെ കുറേ വോളണ്ടിയറിങ് വർക്ക് ഉണ്ട്. നമ്മൾ ഫൈനാൻഷ്യലി നമുക്ക് അവിടെ ഇരിക്കുന്നവരൊക്കെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യും അവർ. അപ്പം ഞാൻ വോളണ്ടിയറിങ് വർക്കിന് പോകാൻ തുടങ്ങി, കിച്ചണിലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ കുറേ ആൾക്കാർക്ക്, അതായത് ഹോംലെസ് ആയിട്ടും അല്ലാതെ ഒരു രീതിയിലും നിവൃത്തിയില്ലാത്തവർ, അവിടെ നോ ക്വസ്റ്റ്യൻസ് ആസ്ഡ്, എനിബഡി ക്യാൻ വാക്ക് ഇൻ ടു ദി കിച്ചൺ ആൻഡ് ഹാവ് ലഞ്ച്. അങ്ങനെയാണ്. അങ്ങനെ 250+ ആൾക്കാരെ അറ്റ് എ ടൈം സെർവ് ചെയ്യുന്ന അവിടെയൊക്കെ പോയി ഹെൽപ്പ് ചെയ്യാൻ, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസൊക്കെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ഫൈനാൻഷ്യലിയും ഭയങ്കരമായിട്ടും നമ്മൾ ഒരു ഇതെടുത്ത് ഞാൻ ചെയ്യാൻ തുടങ്ങി. അവിടെ സീക്രട്ട് ഹാർട്ട് മിഷൻ, അവിടെ വിന്നീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഇസ് വെരി സിമിലർ ടു സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ. അവിടെ പോയി ഡൊണേഷൻ ആണെങ്കിലും ഫൈനാൻഷ്യലി ആണെങ്കിലും അല്ലാതെയും ഡൊണേറ്റ് ചെയ്യാനൊക്കെ അങ്ങനെ കുറേ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാൻ സാധിച്ചു. നാട്ടിൽ വരുമ്പോൾ കുറച്ചും കൂടെ എനിക്കിതുണ്ട്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാലും ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് കിഡ്സ് ഗോസ് ത്രൂ ലിറ്റിൽ ബിറ്റ് ഓഫ് അബ്യൂസ് ആൻഡ് എവറിത്തിങ്, അവരെയൊക്കെ പോയി മീറ്റ് ചെയ്യാനും ഫൈനാൻഷ്യലി ആണെങ്കിലും അല്ലാതെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ ചെറിയൊരു ചിറ്റാറ്റൊക്കെ ചെയ്യാനൊക്കെ എന്നെക്കൊണ്ട് സാധിച്ചു ഇവിടെ വന്നു കഴിഞ്ഞിട്ട്. ഇതൊക്കെയാണ് എല്ലാം കൊണ്ടും സ്പിരിച്വലി എനിക്കൊരു ഗ്രോത്ത് ഇവിടെ വന്നത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥം വഴി തിരുക്കുമാരൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരൻ ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു.